ഇന്നത്തെ മാതൃഭൂമി കണ്ട് ഞാനങ്ങോട്ട് ഞെട്ടിയിരിക്കുക. പ്രധാന വാർത്ത CPM പറയുന്നു മോദി സർക്കാർ ഫാസിസ്റ്റ് അല്ല. ഇക്കാലം അത്രയും ഹിന്ദു ഫാസിസ്റ്റ് സർക്കാർ എന്ന് വിളിച്ചിരുന്ന CPM ഇപ്പോൾ BJPയെക്കുറിച്ച് പറയുന്നു, അല്ലെങ്കിൽ നരേന്ദ്രമോദിയെക്കുറിച്ച്, മോദിയുടെ സർക്കാരിനെക്കുറിച്ച്, പാർട്ടിയെക്കുറിച്ച് പറയുന്നു. ഇത് ഒരു ഫാസിസ്റ്റ് സർക്കാരല്ല എന്ന് പറയുന്ന രേഖ തയ്യാറാക്കിയിട്ടുണ്ട്. അത് പാർട്ടി കോൺഗ്രസിൽ ചർച്ച ചെയ്യുമെന്നാണ് പറയുന്നത്. CPI പറയുന്നത് മോദി ഫാസിസ്റ്റ് സർക്കാരാണെന്നാണ് പറയുന്നത്. CPIML എന്ന് പറയുന്ന പാർട്ടിയും സമ്പൂർണ്ണ ഫാസിസ്റ്റ് സർക്കാരാണെന്ന് പറയുന്നത്. അപ്പോൾ ഈ കൂട്ടത്തിലെ വലിയ പാർട്ടി എന്ന് അവകാശപ്പെടുന്ന പഴയ തഴമ്പൊക്കെ കുറേ ഉള്ള പാർട്ടിയാണല്ലോ. അവർ പറയുന്നത് ഇപ്പോൾ മോദി ഫാസിസ്റ്റേ അല്ല എന്ന് പറയുമ്പോൾ CPM ഒരു തെറ്റുതിരുത്തൽ പ്രക്രിയയിലാണോ? ഈ CPM കഴിഞ്ഞ 2 പാർട്ടി കോൺഗ്രസ്സുകളിൽ ഇപ്പം മധുരയിൽ നടക്കാൻ പോകണു. കഴിഞ്ഞ 2 പാർട്ടി കോൺഗ്രസ്സുകളിൽ ഈ സർക്കാരിന്, മോദി സർക്കാരിന് ഫാഷിസ്റ്റ് പ്രവണത ഉണ്ട് എന്ന് പറഞ്ഞിരുന്നു. പ്രവണതയേ ഉള്ളൂ, ഫാസിസ്റ്റ് ആയിട്ടില്ല. ഫാഷിസ്റ്റ് പ്രവണത ഉണ്ട് എന്നാണ് പറഞ്ഞിരുന്നത്. അപ്പോൾ ഇപ്പോൾ ഇത് ഫാഷിസ്റ്റ് അല്ല എന്ന് ഇത് വരുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, കരട് രാഷ്ട്രീയ പ്രമേയം സാധാരണഗതിയിൽ നേരത്തെ പ്രസിദ്ധീകരിക്കും. അത് വെച്ചിട്ട് ചർച്ച ചെയ്തിട്ടാണ് പിന്നെ രാഷ്ട്രീയ പ്രമേയം പാർട്ടി കോൺഗ്രസിൽ പാസ്സാക്കുന്നത്. കരട് രാഷ്ട്രീയ പ്രമേയം ദേശാഭിമാനി ബുക്ക് സ്റ്റോള്, ചിന്ത ബുക്ക് സ്റ്റോളുകളിലൊക്കെ വാങ്ങിക്കാൻ കിട്ടും നമുക്ക്, ബസ് സ്റ്റാൻഡുകളിലൊക്കെ ഉള്ള. അപ്പോൾ ആ കരട് രാഷ്ട്രീയ പ്രമേയം എല്ലാ സംസ്ഥാന കമ്മിറ്റികൾക്കും ഒക്കെ അയച്ചു കൊടുത്തിരുന്നു. അതിലെന്തോ ഒരു സംശയം സഖാക്കൾക്ക് ഉണ്ടായി. എന്നിട്ട് കരട് രാഷ്ട്രീയ പ്രമേയത്തിന് ശേഷം സാധാരണഗതിയിൽ ഒരു കുറിപ്പ് പതിവില്ല വിശദീകരിച്ചിട്ട്, അതിലെന്തെങ്കിലും ഒരു അവ്യക്തത വന്നിട്ട് ഒരു കുറിപ്പ്. പക്ഷേ ഇത് അസാധാരണമായിട്ട് വ്യക്തത വരുത്തിയിട്ടൊരു കുറിപ്പ് വീണ്ടും സംസ്ഥാന കമ്മിറ്റിക്കും കേന്ദ്ര കമ്മിറ്റി അംഗങ്ങൾക്കും അയച്ചതിലാണ് ഇപ്പോൾ ഒരു വിശദീകരണം വന്നിരിക്കുന്നത്, ഈ മോദി സർക്കാർ ഫാഷിസ്റ്റ് അല്ല എന്ന്. ആ വിശദീകരണം പറയുന്നത്, വി ആർ നോട്ട് സെയിങ് ദാറ്റ് ദി മോദി ഗവൺമെൻറ് ഈസ് എ ഫാഷിസ്റ്റ് ഓർ ന്യൂ ഫാഷിസ്റ്റ് ഗവൺമെൻറ്. മോദി സർക്കാർ ഫാഷിസ്റ്റ് ആണെന്നോ നവ ഫാഷിസ്റ്റ് സർക്കാരാണെന്നോ നമ്മൾ പറയുന്നില്ല. നോർ ആർ വി ക്യാരക്ടറൈസിങ് ദി ഇന്ത്യൻ സ്റ്റേറ്റ് ആസ് ഫാഷിസ്റ്റ്. ഇന്ത്യൻ ഭരണകൂടവും ഫാഷിസ്റ്റ് അല്ല. പക്ഷെ ഇതിനെ കൊണ്ട് നടക്കുന്ന RSSന് ഫാഷിസ്റ്റ് സ്വഭാവമുണ്ട്. ഫാസിസ്റ്റ് അല്ല, അല്ല, സ്വഭാവം എന്നാണ് ഉണ്ട്. അപ്പോൾ അതിനും വിശദീകരണമുണ്ട് കേട്ടോ. സ്വഭാവം എന്നാൽ ഫാഷിസ്റ്റായി എന്നല്ല എന്ന് വിശദീകരിക്കുന്നു. അതെ, സ്വഭാവങ്ങൾ ഉണ്ട് എന്നുള്ളതാണ്. അപ്പോൾ ഏപ്രിലും മധുരയിലാണ് ഈ പാർട്ടി കോൺഗ്രസ് നടക്കുന്നത്. ഈ നേരത്തെ പറഞ്ഞ പോലെ CPI ഈ ബിനോയ് വിശ്വം മിക്കവാറും സംസാരിക്കുമ്പോഴൊക്കെ ഫാഷിസ്റ്റ് ആണെന്ന് പറയും. പിന്നെ ആ രാജ എന്ന് പറഞ്ഞ ഒരാളുണ്ടല്ലോ ഡൽഹിയിൽ, ഡി രാജയല്ല, മറ്റേ CPIയുടെ രാജ അല്ലേ? CPIയുടെ രാജ. എന്ത് രാജയാ? എന്തെങ്കിലും രാജ. അതെ, ഡി തന്നെയാന്ന് തോന്നുന്നു. മറ്റേത് എ രാജ, ഡി രാജ. അപ്പോൾ എനിക്ക് തെറ്റില്ല. അപ്പോൾ ആ രാജ എപ്പോഴും പറയും ഇങ്ങനെ ഫാഷിസ്റ്റാണെന്ന് പറഞ്ഞുകൊണ്ടിരിക്കും. അപ്പോൾ ഹിറ്റ്ലർ, മുസോളിനി അവർ ഉണ്ടാക്കിയിരുന്ന സംഭവം ഉണ്ടല്ലോ, അതിൽ സത്യത്തിൽ ഈ ഹിറ്റ്ലറുടേതിന് നാസിസം എന്നാണ് പറയുന്നത്, മുസോളിനിയുടേതാണ് ഫാഷിസം എന്ന് പറയുന്നത്. അവർ പേര് കൊടുത്തിരുന്നത് തന്നെ അങ്ങനെയാണ്. ഇത് ബുദ്ധിയും വിവരവും ഇല്ലാഞ്ഞിട്ടാണ് ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ കൂട്ടിക്കുഴച്ചിട്ടൊക്കെ പറയുന്നത്. അല്ല, ഞാൻ ആലോചിക്കുന്നത്, ഇന്നിപ്പോൾ ഞായറാഴ്ച മാതൃഭൂമിയിൽ വാർത്ത വന്നപ്പോൾ ഇന്ന് ഡൽഹിയിലും നാഗ്പൂരിലും 2 പേര് തുള്ളിച്ചാടുന്നുണ്ട്. ഒന്ന് മോഹൻ ഭഗവത്, ഡൽഹിയിൽ നരേന്ദ്രമോദി. CPM ഇങ്ങനെ പറഞ്ഞതോടുകൂടി അല്ലെങ്കിൽ RSSന് 100ാം വാർഷികം ആഘോഷിക്കാൻ പറ്റില്ലായിരുന്നു, നരേന്ദ്രമോദിക്ക് അധികാരത്തിൽ തുടരാൻ പറ്റില്ലായിരുന്നു, എങ്ങാനും ഫാസിസ്റ്റ് ആണെന്ന് ഇവർ പ്രമേയമെല്ലാം പാസ്സാക്കിയിരുന്നെങ്കിൽ മോദി അപ്പം തന്നെ രാജിവെക്കുമായിരുന്നു അല്ലേ? മാത്രമല്ല, ഈ ഫാഷിസ്റ്റ് ആണെന്ന് പറഞ്ഞുകൊണ്ടിരുന്നതുകൊണ്ടാണ് BJPക്ക് വേണ്ടത്ര വോട്ടൊക്കെ കിട്ടാതിരുന്നതെന്നൊക്കെ ചിലപ്പോൾ ധരിക്കുന്നുണ്ടാവും. അതെ 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 അതെ. ഏതായാലും CPMന്റെ പ്രമേയത്തിൽ ഇങ്ങനെയാണെന്ന് പറഞ്ഞപ്പോഴത്തേക്ക് 2 പേർക്കും വലിയ ആശ്വാസമായി കാണും അല്ലേ? ഹിറ്റ്ലർ, മുസോളിനി അവരുടെ ഇതൊക്കെ ഈ വരണ്ട പ്രത്യയശാസ്ത്രമാണ്. ഞാൻ ഇത് കുറേ വായിച്ച് എനിക്ക് മടുത്തിട്ടുണ്ട്. അങ്ങനെയാണ് ഞാൻ സനാതനിയായത്. ഈ ഇത് കൃത്യമായി ചോദിക്കാൻ പറ്റുന്ന ഒരാൾ ഒരുപാട് കാലം CPMന്റെ കൂടെ സഞ്ചരിക്കുകയും CPMന്റെ പൊളിറ്റിക്സ് റിപ്പോർട്ട് ചെയ്യുകയും ചെയ്തിട്ടുള്ള ആളാണല്ലോ
രാമേന്ദ്രൻ സാറ്. CPM-ൻ്റെ ഇപ്പോഴത്തെ പിണറായി വിജയനാണെങ്കിലും പഴയ മുഖ്യമന്ത്രിയായിരുന്ന നായനാരാണെങ്കിലും ഒക്കെ സാറിൻ്റെ സ്വന്തം ആളുകളായിരുന്നു. പത്രം ഒന്ന് മനോരമയുടെയും ദ വീക്കിൻ്റെയും ഒക്കെ ആളെന്ന നിലയിൽ അവരുമായിട്ടൊക്കെ വലിയ ആത്മബന്ധം ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ഈ പലപ്പോഴും നമ്മുടെ ഈ സ്വകാര്യമായി നമ്മുടെ ചില സുഹൃത്തുക്കളൊക്കെ ചോദിക്കാറുണ്ട്, എടേ നമ്മൾ ഈ BJP-ക്കാരെയൊക്കെ ഇവർ ഞങ്ങളെ ഈ ഫാസിസ്റ്റ് എന്നൊക്കെ വിളിക്കുക, എന്ത് തേങ്ങയായി ഫാസിസം, അതൊന്നും പറഞ്ഞു കൊടുത്താൽ കൊള്ളായിരുന്നു. സത്യമാണ്. അതായത് ഈ വംശീയത, മതം, ഇതൊക്കെ ഈ ഭരണത്തിൽ വരാൻ വേണ്ടിയിട്ട് അധികാരത്തിൽ വരാൻ വേണ്ടിയൊക്കെ ഉപയോഗിക്കുന്ന ഒരു പ്രത്യയശാസ്ത്രം. അതിനെയാണ് ഈ ഫാഷിസം, നാസിസം എന്നൊക്കെ പറയുന്നത്. അല്ല, അങ്ങനെയാണെങ്കിൽ ഇപ്പോൾ കഴിഞ്ഞ ദിവസം ഈ കണ്ണൂരോ എവിടെയാണെന്നറിയില്ല, കാരണം കേരളത്തിൽ എല്ലായിടത്തും നടക്കുന്നതായതുകൊണ്ടാണ്, കാവിലെ ഉത്സവം കഴിഞ്ഞപ്പോൾ ഇൻകുലാബ് വിളിച്ചു, അവിടെ ബഹളം ഉണ്ടായി, അത് എതിർത്തു കുറേ ആളുകൾ, അതിൻ്റെ പേരിൽ തല്ലുണ്ടായി, പോലീസ് വന്നപ്പോൾ പോലീസുകാരെ തല്ലി, എന്നിട്ട് പറഞ്ഞു ഞങ്ങളാണ് കേരളം ഭരിക്കുന്നത്, നിൻ്റെ തലശ്ശേരിയില്ല ഒറ്റ എണ്ണം കാണത്തില്ല, എല്ലാത്തിനും തട്ടുമെന്ന് പറഞ്ഞു. ഇങ്ങനെയാണല്ലോ CPM ചെയ്യുന്നത്. ഞങ്ങളാണ് ഭരണത്തിന് യോഗ്യർ, ഭരണാവകാശം ഞങ്ങൾക്കുള്ളതാണ്, ഞങ്ങളെ എതിർക്കുന്നവർ നാട്ടിലുണ്ടാവില്ല എന്ന് പറയുന്ന CPM ഫാസിസ്റ്റ് പാർട്ടിയല്ലേ? അതിനൊരു പ്രയോഗമുണ്ട് ഈ വരണ്ട പ്രത്യയശാസ്ത്രത്തിൽ, അതിന് സോഷ്യൽ ഫാഷിസം എന്ന് പറയും. അത് ശരി, സോഷ്യൽ ഫാസിസ്റ്റുകൾ. കാരണം ഇവർ സോഷ്യലിസ്റ്റുകളാണ്. അതാണ് നമ്മൾ തിരിച്ചങ്ങോട്ട് കൊടുക്കേണ്ടത്. അവര് നിരന്തരം ഈ പറഞ്ഞ പരിപാടികളൊക്കെ ചെയ്യുന്നവരാണ്. അവർ പറയുന്ന ഫാഷിസം എന്താണോ അത് അവരും കൈയാളുന്നുണ്ട്. അതിനാണ് ഈ ദിമിത്രോവ് എന്നൊക്കെ പറഞ്ഞ് ചില പണ്ട് കമ്മ്യൂണിസ്റ്റ് ഇന്റർനാഷണലിൻ്റെ ഒക്കെ സെക്രട്ടറി ഒക്കെ ആയിരുന്ന ആളാണ് ഈ ദിമിത്രോവ് എന്നൊക്കെ പറഞ്ഞ്. അയാൾ ഫാഷിസത്തിനെതിരായ ഐക്യമുന്നണി എന്ന് പറഞ്ഞിട്ട് അക്കാലത്ത് എഴുതിയൊരു പ്രബന്ധം വളരെ പ്രധാനമാണ്. അതിൻ്റെ അകത്ത് ഈ സോഷ്യൽ ഫാഷിസവും ഒക്കെ ചർച്ച ചെയ്തിട്ടുണ്ട്. അപ്പോൾ പലതരം ഫാഷിസം ഉണ്ട് എന്നാണല്ലോ അതിൻ്റെ അർത്ഥം. ഇവർക്കുള്ളതാണത്. അവരും ഈ സ്വഭാവം പലപ്പോഴും കാണിക്കാറുണ്ട്. ഏതായാലും ഇപ്പോൾ ഈ CPM ഇങ്ങനെ ഒരു പാർട്ടി കോൺഗ്രസിൽ അംഗീകരിക്കുന്ന രേഖയിലൂടെ BJP അല്ലെങ്കിൽ മോദി സർക്കാർ ഫാസിസ്റ്റ് അല്ല, ഈ പ്രമേയം പാസ്സാക്കി കഴിഞ്ഞാൽ ഇനി ഫാസിസ്റ്റ് എന്ന് വിളിച്ചാൽ പാർട്ടി നടപടി എടുക്കും അല്ലേ? അതെടുക്കണോ? ഫാസിസ്റ്റ് അല്ല ഈ മോദി സർക്കാർ എന്ന് തീരുമാനിച്ചു കഴിയുമ്പോൾ ഏതെങ്കിലും ഒരു ലോക്കൽ നേതാവ് ഫാസിസ്റ്റ് മോദി എന്ന് വിളിച്ചാൽ അവനെ പാർട്ടി നയത്തിനെതിരാണ്. എന്തായിരിക്കും ഇങ്ങനെ ഒരു മാറ്റത്തിന് കാരണം? CPM-ന് ഒരു പുനർവിചിന്തനം. അതെന്താന്ന് വെച്ച് കഴിഞ്ഞാല് പാർട്ടിയുടെ നയം വല്ലാതെ ഇങ്ങനെ മാറിയിട്ടുണ്ട്. പാർട്ടി ഈ മുസ്ലിം പ്രീണനം വഴി ഇപ്പോൾ കോൺഗ്രസും ഒരു മുസ്ലിം പാർട്ടിയായിട്ട് അധപ്പതിച്ചിട്ടുണ്ടല്ലോ. ഡൽഹിയിൽ മുസ്ലിം മേഖലയിൽ മാത്രമാണ് രാഹുൽ ഗാന്ധിയുടെ ക്യാമ്പയിൻ നടത്തിയത്, അവിടെ നിന്നാണ് ആരംഭിച്ചത്. അതെ. അപ്പോൾ കേരളത്തിലും കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് കാലത്തുമൊക്കെ ഈ മുസ്ലിം പ്രീണനം നോക്കിയിട്ട് ഹിന്ദുക്കൾ മുഴുവൻ, പ്രത്യേകിച്ച് ഈഴവ വോട്ടുമൊക്കെ ചോർന്നല്ലോ വല്ലാതെ. അപ്പോൾ ഈ ഹിന്ദുത്വ സ്വഭാവം RSSും BJPയും മോദിയും കാണിക്കുന്നു. ഹിന്ദുത്വ എന്ന് പറഞ്ഞ സാധനത്തിനെയാണ് ഈ ഫാഷിസ്റ്റ് എന്ന് പറയുന്നത്. മതപരമായ ഏർപ്പാടുകളും ഒക്കെ വെച്ചിട്ട് വോട്ട് പിടിക്കാൻ നോക്കുന്നത്. അപ്പോൾ CPM കേരളത്തിൽ ആ സംഗതിയിലേക്ക് തിരിച്ചു വരാൻ പോവുകയാണ്. അത് തീരുമാനിച്ചു. അതായത് മുസ്ലിം പ്രീണനം ഇനിയില്ല, മുസ്ലിങ്ങളുടെ പിന്നാലെ നടന്നിട്ട് പ്രയോജനമൊന്നുമില്ല, നമ്മളുടെ പരമ്പരാഗത ബേസിലേക്ക് തിരിച്ചു പോകണം എന്ന് പാർട്ടി തീരുമാനിച്ചിട്ടുണ്ട്. അതിൻ്റെ ഭാഗമായിട്ടാണ് ഇപ്പം മുസ്ലിങ്ങളെയൊക്കെ തള്ളി പറഞ്ഞുകൊണ്ടിരിക്കുന്നത്, ലീഗിനെ ഉൾപ്പെടെ. ലീഗാണല്ലോ ആ കൂട്ടത്തിൽ കുറച്ച് ഭേദമായിട്ടുള്ളത്. ജമാഅത്തെ ഇസ്ലാമിയെയും അങ്ങനത്തെ ഈ SDPI, PFI ഇതിനെയൊക്കെ തള്ളി പറയുന്നതിന് പകരം കൂടുതൽ ഇപ്പോൾ പാർട്ടി തള്ളി പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ലീഗിനെയൊക്കെയാണ്. തങ്ങൾ കുടുംബത്തിന് തന്നെയൊക്കെ ചിത്തയൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ തിരിച്ച് ഹിന്ദുത്വയിലേക്ക് വരികയാണ് പാർട്ടി അങ്ങനെ അമ്പലങ്ങൾ ഒക്കെ കേന്ദ്രീകരിച്ചു ഒക്കെ പ്രവർത്തിക്കുന്നൊക്കെ. പക്ഷെ വേറെ അവിടെ ചെന്നിട്ട് അമ്പലത്തിൽ ചെന്നിട്ട് ഈ ചുവന്ന കൊടി ഉയർത്തി മുദ്രാവാക്യം വിളിക്കുമ്പം ആളുകൾ പിന്നെ എതിരാകും. അതിനുള്ള ബോധം വന്നിട്ടില്ല, അതൊന്നും വന്നിട്ടില്ല. അപ്പോൾ നിങ്ങൾ ഇതിനെയല്ലേ നേരത്തെ ഫാഷിസ്റ്റ് എന്ന് പറഞ്ഞിരുന്നത് എന്ന് ചോദിക്കില്ലേ ആളുകൾ. അതിനുള്ള ജാമ്യം എടുക്കുന്ന അപ്പോൾ RSS BJP കൂട്ടുകെട്ടിനെ തടഞ്ഞില്ല എങ്കിൽ
ഈ ഹിന്ദുത്വ പരിപാടികൾ അത് നവഫാഷിസത്തിലേക്ക് പോകും എന്നുള്ളത്. ഹിറ്റ്ലറിൻ്റെ മുസോളിനിയുടെയും ക്ലാസിക്കൽ ഫാഷിസം ഉദാരീകരണം വന്നു കഴിഞ്ഞപ്പോൾ കോർപ്പറേറ്റുകളുടെയൊക്കെ സഹായത്തോടു കൂടിയൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നതൊക്കെ ഉണ്ടല്ലോ. ഇപ്പൊ അദാനി അവിടെ അന്നദാനമൊക്കെ നടത്തുന്നില്ലേ പ്രയാഗ്രാജിലൊക്കെ, അത് നവഫാഷിസമാണ്. അദാനി അന്നദാനം നടത്തിയ ഫാസിസമാണ്. അത് അപ്പൊ ആ അന്നം കഴിക്കുന്നവരാരായിട്ട് മാറും? അതാണ് അവരും ഫാസിസ്റ്റുകളായിട്ട് മാറും. അവര് ഫാഷിസ്റ്റുകളെ, ഫാസിസ്റ്റ് ചോറുണ്ടാൽ ഫാസിസ്റ്റായി മാറും. അവര് ഫാഷിസ്റ്റുകളുടെ മൂട് താങ്ങിയാളാവും. അയ്യോ, അപ്പോൾ ഈ നമ്മുടെ പിണറായി വിജയന്റെ സർക്കാരിന് വലിയ സാമ്പത്തിക സഹായം പദ്ധതികളൊക്കെ തുടങ്ങാൻ പോകുന്നത് അദാനിയാണല്ലോ. അതെ. അപ്പൊ പിണറായി എന്തിന്റെ മൂട് താങ്ങിയ? അപ്പൊ പുള്ളി മറ്റേ ഹിന്ദുത്വ ഫാഷിസത്തിന്റെ മൂട് താങ്ങിയായ സോഷ്യൽ ഫാഷിസ്റ്റ് ആയിട്ട് മാറും. ഇതൊക്കെ ഒരു അവസരവാദപരമായി ഓരോന്ന് പറയുന്നതാണ്. ഇതിലൊന്നും ഒരു കഥയുമില്ല. ചുരുക്കം എത്രയേ ഉള്ളൂ, അടുത്ത 2024 തെരഞ്ഞെടുപ്പ് കേരളത്തിലെ CPM ഹിന്ദു വോട്ട് കിട്ടണം. അതാണ് ഇത്രയും പറഞ്ഞാൽ കഥ കഴിഞ്ഞു. അതെ. അപ്പോൾ അതുകൊണ്ട് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഈ വിശ്വാസപരമായ കാര്യങ്ങളിലൊക്കെ ഇടപെടാതെ, വൃത്തികേട് കാണിക്കാതെ, ഹിന്ദുക്കളെയൊക്കെ അകറ്റാതെ BJP കാണിച്ചു കൊടുത്തിട്ടുള്ളൊരു പ്രത്യയശാസ്ത്ര വഴിയുണ്ടല്ലോ, അത് സ്വീകരിക്കുക. അത് ഫാഷിസമാണെങ്കിൽ നമ്മളും ഫാഷിസ്റ്റുകളാവുക. ഇതാണ് CPM. അപ്പോൾ ഇനി അതിതീവ്രമായ ശരണം വിളിയും പഴനിക്ക് പോക്കുമൊക്കെ പ്രതീക്ഷിക്കാം. അതൊക്കെ ആയിരിക്കും. പാർട്ടി സമ്മേളനത്തിൽ കാവടിയാട്ടം, ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി, ഏരിയ സെക്രട്ടറി ഒക്കെ കാവടിയാടുക. ഇപ്പം എല്ലാ ക്ഷേത്രങ്ങളിലും ഇവർ പരിപാടികൾ, ക്ഷേത്ര കമ്മിറ്റികളൊക്കെ പിടിച്ച് ക്ഷേത്ര പരിപാടികളൊക്കെ നടത്തി. ഞാനിപ്പോൾ എൻ്റെ വീടിൻ്റെ അടുത്ത് അയിനി ക്ഷേത്രത്തിൻ്റെ നോട്ടീസൊക്കെ നോക്കുമ്പോൾ ഇവർക്ക് ആ കൃത്യമായിട്ട് ഈ മാർക്സിസത്തിൻ്റെ പദാവലികൾ പോലെ ഇപ്പൊ സനാതനധർമ്മത്തിൻ്റെ പദാവലികളും ഒക്കെ അച്ചട്ടാണിപ്പോൾ സഖാക്കൾക്ക്. അവരും ആ വഴിയിലേക്ക് മുന്നേറുന്നത്. കേരളത്തിൽ ഈ നേരത്തെ BJPക്ക് 7% വോട്ട് കൂടുതൽ കിട്ടുമെന്ന് പറഞ്ഞില്ലേ, അതിന് പാതയൊരുക്കാനാണ് സാധ്യത. പണ്ട് ഒരു CPMൻ്റെ സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം ഉണ്ടായിരുന്നു. പുള്ളി CPM SNDP യോഗം പിടിക്കാനായിട്ട് പറഞ്ഞു വിട്ടു അല്ലേ. അവസാനം അങ്ങനെ അത് ഗംഗാരൻ, CH കണാരൻ, എന്നിട്ട് അദ്ദേഹം പോയിട്ട് SRP എന്നൊരു പാർട്ടി ഉണ്ടാക്കി. അത് ബ്രോഡർ സിദ്ധാന്തം എന്ന് പറഞ്ഞിട്ടൊരു സാധനം മറ്റേ 2ാം ലോക യുദ്ധകാലത്ത് വന്നു. ഈ ഇപ്പോൾ യുദ്ധം നടക്കുകയാണല്ലോ, നമ്മൾ ബ്രിട്ടൻ്റെ പാർട്ടി എന്നുള്ള നിലയ്ക്ക് നമ്മൾ ബ്രിട്ടൻ്റെ കൂടെ നിൽക്കുകയാണ് വേണ്ടത്. ഇനി പാർട്ടിയുടെ ആവശ്യം ഇപ്പോൾ ഇല്ല. പാർട്ടി പിരിച്ചുവിട്ടിട്ട് നമ്മൾ യുദ്ധത്തിന് വേണ്ട സഹായങ്ങൾ ചെയ്യുക എന്നുള്ളതാണ് ബ്രോഡർ. അമേരിക്കയിൽ പാർട്ടി സെക്രട്ടറി ആയിരുന്നു. അപ്പോൾ P കൃഷ്ണപിള്ള പാർട്ടി പിരിച്ചുവിട്ടു. കോഴിക്കോടായിരുന്നു അന്ന് പാർട്ടിയുടെ ആസ്ഥാനം. പിരിച്ചുവിട്ടിട്ട് ഓരോരുത്തരെ ഇപ്പോൾ EMS യോഗക്ഷേമ സഭയിലേക്ക് പോവുക, CH കണാരൻ, P ഗംഗാരൻ, ഇവരൊക്കെ SNDPയിൽ പ്രവർത്തിക്കാൻ പോവുക. ഇങ്ങനെ തീരുമാനിച്ചിട്ട് അവർ അത്തരം പ്രവർത്തനങ്ങളിലേക്കൊക്കെ മടങ്ങി പോവുകയൊക്കെ ചെയ്തു. ഏതായാലും ഇത് ഇപ്പോൾ നമ്മുടെ ഇന്നത്തെ മാതൃഭൂമി വായിച്ചു കഴിയുമ്പോൾ നമ്മുടെ കേരളത്തിലെ BJP പ്രവർത്തകരുടെ ഉള്ളിലുണ്ടാകുന്നൊരു ചോദ്യം എനിക്കറിയാം. ഇനി സഖാക്കളെ G എന്ന് വിളിക്കേണ്ടി വരും, പിണറായി G എന്നൊക്കെ വിളിക്കേണ്ടി വരുമോ എന്നൊരു ചോദ്യമാണ് ഇനി ബാക്കിയാവുന്നത്. അത് പിണറായി വിജയനും ബ്രിട്ടാസും കൂടി നിതിൻ ഗഡ്കരിയെ കാണാൻ പോകുമ്പോൾ ഗഡ്കരി G എന്നല്ലേ വിളിക്കാൻ സാധ്യത. നമ്മൾ കേൾക്കുന്നില്ലല്ലോ. നിതിൻ G അങ്ങനെയല്ലേ, പീയൂഷ് ഗോയൽ G. തിരിച്ച് ഇവർ വിളിക്കുമ്പോഴാണ് വിജയൻ G, ബ്രിട്ടാസ് G. അവരങ്ങനെയേ വിളിക്കും. ഏതായാലും BJPക്കാർ കരുതിയിരിക്കുക, തൊട്ടടുത്തുള്ള സഖാവിനെ അധികം വൈകാതെ G എന്ന് വിളിക്കേണ്ടി വരും. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.